നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ നിർണായക നീക്കങ്ങളിലേക്ക് UAE കാലെടുത്ത് വയ്ക്കുകയാണ്. വളരെ സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പുതിയ തീരുമാനം പൊതുജനങ്ങളെ ഉൾപ്പെടെ ബാധിക്കുമെന്നതിനാലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രവാസികൾക്കെന്നില്ല, സ്വദേശികൾക്കെന്നില്ല, എല്ലാവരെയും ആദ്യം അല്പം ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയാണിത്. UAEയിലെ വിവിധ എമിറേറ്റുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് നിരോധനം ഏർപ്പെടുത്തി തുടങ്ങിയിരുന്നു. എന്നാൽ ഇനി ഇത് കൂടുതൽ കർശനമാക്കുകയാണ് UAE. രാജ്യത്ത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ അടുത്ത വർഷം മുതൽ സമ്പൂർണമായും നിരോധിക്കാൻ ഒരുങ്ങുകയാണ്. 2024 ജനുവരി 1 മുതലാണ് പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കുക. 2026 കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കും. UAEയിലെ വിവിധ എമിറേറ്റുകൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ ഘട്ടം ഘട്ടമായി നിരോധിച്ചു വരികയാണ്. എന്നാൽ 2024 ജനുവരി 1 മുതൽ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഇത്തരം ബാഗുകളുടെ ഇറക്കുമതി, ഉൽപാദനം, വിതരണം എന്നിവയെല്ലാം നിരോധിക്കും. 2026 ജനുവരി 1 മുതൽ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച കപ്പുകൾ, പ്ലേറ്റുകൾ, കണ്ടെയ്നറുകൾ, ബോക്സുകൾ, കട്ട്ലറികൾ തുടങ്ങിയവയും നിരോധിക്കുമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബുദാബി കഴിഞ്ഞ വർഷം ജൂൺ 1 മുതൽ തന്നെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിച്ചിരുന്നു. മലിനീകരണം തടയാനും സുസ്ഥിരതയെ പ്രോത്സാഹിപ്പിക്കാനുമാണ് നിരോധനമെന്നാണ് അബുദാബി പരിസ്ഥിതി ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ളത്. മലിനീകരണം കുറച്ച് കാലാവസ്ഥാ വ്യതിയാനം നേരിടുക, സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പ്ലാസ്റ്റിക് നിരോധനത്തിന് പിന്നിലുള്ളത്. ദുബായിൽ ഇത്തരം സഞ്ചികളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ വ്യാപാര സ്ഥാപനങ്ങൾ 25 ഫിൽസ് പണവും ഈടാക്കുന്നുണ്ട്. ഷാർജയും പ്ലാസ്റ്റിക് നിരോധനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഷാർജയിൽ കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് ഉപഭോക്താക്കളിൽ നിന്ന് 25 ഫിൽസ് വീതം ഈടാക്കാമെന്നായിരുന്നു നിർദ്ദേശം. നിരോധനം പൂർണ്ണമായി നടപ്പാക്കുന്നതോടെ ഒന്നിലധികം തവണ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രകൃതി സൗഹൃദ ബദൽ ഉൽപ്പന്നങ്ങളിലേക്ക് സ്ഥാപനങ്ങൾ മാറേണ്ടി വരും. പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണത്തിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒന്നിലധികം തവണ ഉപയോഗിക്കാവുന്ന ക്യാരി ബാഗുകൾക്ക് മുനിസിപ്പൽ അഫയേഴ്സ് വിഭാഗം നിഷ്കർഷിക്കുന്ന ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിതരണവും ഇറക്കുമതിയും ഈ ഉത്തരവിന്റെ പരിധിയിൽപ്പെടും. എന്തായാലും ഈ ഒരു തീരുമാനം ഒറ്റയടിക്ക് നടപ്പാക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായി തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച UAEയുടെ തീരുമാനം പൊതുജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. പുതിയ തീരുമാനവുമായി പൊരുത്തപ്പെടാൻ അതിനാൽ പൊതുജനങ്ങൾക്ക് സാവകാശം ലഭിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.